ലൈംഗിക അതിക്രമ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വൈകുന്നേരം 3:30-ക്ക് ജാമ്യ ഉത്തരവ് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ, കാക്കനാട് സബ് ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, എന്താണ് കോടതിയുടെ വിധി? ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് വിശദമായി തന്നെ അപ്ലോഡ് ചെയ്യാം, ഓർഡറിൽ അപ്ലോഡ് ചെയ്യാം. അത് 3:30 മണിക്ക് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരു 4:30-5 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂർ ജില്ലാ ജയിലിൽ നിന്ന്, കാക്കനാടുള്ള ജില്ലാ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രഥമ ദൃഷ്ട്യാ ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. അപ്പോഴാണ് അവിടെ വെച്ച് പ്രതികരിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ പറഞ്ഞത്. അത് അവരുടെ മാന്യതയാണ്. ഒരു പൊതുമധ്യത്തിൽ അത്തരമൊരു സീൻ ഉണ്ടാക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട എന്ന നടിയുടെ മാന്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കോടതി പറയുന്നുണ്ട്. എന്തായാലും ചില പരാമർശങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വിശദമായ ജാമ്യ അപേക്ഷയിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ആ അപേക്ഷയിൽ പറയുന്നത് ഈ ഹണി റോസിന് അസാമാന്യമായ മികവൊന്നുമില്ല എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ഒരു ഗ്രൗണ്ട്സിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ആ കാര്യം എടുത്തുകൊണ്ട് കോടതി ചോദിക്കുന്നുണ്ട്, താങ്കൾ വീണ്ടും ഈ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണല്ലോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഈ ജാമ്യാപേക്ഷയിലും പരാതിക്കാരിയെ അധിക്ഷേപിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അഭിഭാഷകന് കാര്യമായൊന്നും പറയാനുണ്ടായില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അത് പിൻവലിക്കാം, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് അഭിഭാഷകൻ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ജാമ്യം നൽകാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കൂട്ടരുടെയും, പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ്റെയും വാദം നടക്കുന്നു. ഒരു ഘട്ടത്തിൽ കേസിൻ്റെ വിശദമായ മെറിറ്റിലേക്ക് കോടതി കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് വിചാരണ വേളയിൽ പരിഗണിക്കപ്പെടാം. ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട മെറിറ്റുകൾ പരിശോധിക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് തേടി. അവർ സ്വാഭാവികമായും കർശനമായ വ്യവസ്ഥകളോടെ ഇത് തള്ളണം എന്നതുൾപ്പെടെയുള്ള ഒരു നിലപാടെടുത്തു. അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇത്രയും ദിവസം റിമാൻഡിലായിരുന്നല്ലോ. മാത്രമല്ല പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, ഇത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകും, അല്ലെങ്കിൽ മാതൃകാപരമായി ഇത്തരം കമന്റുകൾ നടത്തുന്ന പൊതുമധ്യത്തിൽ ആർക്കും എന്തും പറയാമെന്നുള്ള അവസ്ഥയാണ്, അതിനൊരു അറുതി വരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, അത് ഇതിനകം തന്നെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ജയിലിൽ പോകുമെന്നുള്ളൊരു മെസ്സേജ് പൊതുമധ്യത്തിൽ ഉണ്ടായല്ലോ, ജയിലിൽ പോയല്ലോ, ഇത്രയും ദിവസം റിമാൻഡിലായി. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി.